റേസ് ടു സക്സസ്, ജീവിത വിജയത്തിലേക്കുള്ള വഴികാട്ടി. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, റേസ് ടു സക്സസിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് പ്രിയ ശ്രോതാക്കൾക്ക് സ്വാഗതം. ഇന്ന് റേസ് ടു സക്സസിൽ പതിവ് പോലെ തന്നെ നമ്മുടെ കൂടെയുള്ളത് മഹാദേവൻ സാറാണ്. കൂടെ ചേരുന്നു ഞാൻ വർഷ. അപ്പം ഇന്ന് എനിക്ക് ഏറെ ഇഷ്ടമുള്ളൊരു സബ്ജക്റ്റിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. കാരണം ഇങ്ങനെ ഇത്തരത്തിലൊരു കാര്യം സംസാരിക്കണം എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ശരിക്കും സൂപ്പർ എക്സൈറ്റഡ് എന്നൊക്കെ പറയില്ലേ, അങ്ങനെയുള്ളൊരു ഒരു ടോപ്പിക് തന്നെയായിരുന്നു. കാരണം ഈ ഒരു അടുത്ത കാലത്തായിട്ട് എനിക്ക് തോന്നുന്നു ഒരു 20 days ആയിട്ട്, അല്ലെങ്കിൽ ഒരു 18 days ആയിട്ട് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഇനി ഈ ദിവസങ്ങളിലൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം കൂടിയാണ് ഇപ്പം നമ്മൾ സംസാരിക്കാൻ പോകുന്നൊരു കാര്യം. എന്താണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ പുനർജന്മം. യഥാർത്ഥത്തിൽ ഞാൻ അങ്ങനെ തന്നെ ചോദിക്കട്ടെ സാർ, പല മതവിശ്വാസങ്ങളും ഈ ഒരു പുനർജന്മത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പം യഥാർത്ഥത്തിൽ ഇതിന് എന്തെങ്കിലും ഒരു വസ്തുതയുണ്ടോ? വർഷ പറഞ്ഞ ആദ്യത്തെ കാര്യത്തിൽ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യാം. പല മതവിശ്വാസങ്ങളും പുനർജന്മത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഒരുമാതിരി 90% മതങ്ങളും പുനർജന്മത്തിൽ വിശ്വസിക്കുന്നതാണ്. ജൈനമതവും ബുദ്ധമതവും മാത്രമാണ് എൻ്റെ അറിവിൽ പുനർജന്മത്തെ നിരാകരിക്കുന്നത്. അത് രണ്ടിലും പുനർജന്മത്തെക്കുറിച്ച് പറയുന്നില്ല. അതിൽ ഇജ്ജന്മ കർമ്മത്തെക്കുറിച്ച് മാത്രമേ പറയാറുള്ളൂ. മുജ്ജന്മ കർമ്മത്തെക്കുറിച്ചും വരും ജന്മ കർമ്മത്തെക്കുറിച്ചും അതിൽ പറയാറില്ല. ബാക്കി എല്ലാ മതങ്ങളും പുനർജന്മത്തെ വിശ്വസിക്കുന്നുണ്ട്. അത് മാത്രമല്ല, ഹിന്ദുമതത്തിൽ അങ്ങേയറ്റം വിശ്വസിക്കുന്നുണ്ട്. ഇപ്പോൾ ഹിന്ദുമതത്തിൻ്റെ ഉപനിഷത്തും മീമാംസയിലേക്കൊന്നും പോകണമെന്നില്ല. വളരെ സിമ്പിളായിട്ട് മലയാളത്തിൽ രചിക്കപ്പെട്ടിട്ടുള്ള ഒരു കൃതി, ആട്ടുകാർക്കൊക്കെ അറിയുന്നൊരു കൃതിയാണ് പൂന്താനത്തിൻ്റെ ജ്ഞാനപ്പാന. ജ്ഞാനപ്പാനയിൽ ഓരോരോ ജന്മങ്ങൾ എങ്ങനെ വരുന്നു എന്ന് ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നരി ചത്തിട്ട് നരനായി ജനിക്കുന്നു, നൃപൻ ചത്തിട്ട് കൃമിയായി ജനിക്കുന്നു എന്നൊക്കെ ജ്ഞാനപ്പാനയിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം എന്ന് മാത്രമല്ല, ഏറ്റവും പുണ്യവാനായ മനുഷ്യൻ മരിച്ചിട്ട് സത്യലോകത്തെത്തുന്നു എന്ന് പറയുന്നത്. സത്യലോകം എന്ന് പറഞ്ഞാൽ ഹൈന്ദവ സങ്കല്പത്തിൽ 14 ലോകങ്ങളെന്നാണ് പറയാറ്. അതലം, വിതലം, നിതലം, സുതലം, തലാതലം, മഹാതലം, രസാതലം, ഭൂലോകം, ഭൂവർലോകം, സ്വർലോകം, മഹർലോകം, ജനലോകം, തപോലോകം, സത്യലോകം. ഞാനിത് മനഃപൂർവ്വം പറഞ്ഞത് 14 ആളുകളൊന്ന് കേട്ടോട്ടെ. ഇതിൽ ഏറ്റവും മുകളിലുള്ളതാണ് സത്യലോകം. സത്യലോകത്ത് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ജന്മമില്ല എന്ന് പറയാറുണ്ട്. അതുപോലെ തന്നെ ഈ മറ്റൊരു വിശ്വാസം, ഹൈന്ദവ വിശ്വാസത്തിൽ നരകത്തിലേക്കാണ് നമ്മൾ തള്ളപ്പെടുന്നതെങ്കിൽ, മരണം കഴിഞ്ഞ് നരകത്തിലേക്കാണ് പോകുന്നതെങ്കിൽ പിന്നീട് നരജന്മം സഫലമായി ഇടുമെന്ന്, അതായത് നരജന്മത്തിലേക്ക് വീണ്ടും മനുഷ്യനായി ജനിക്കുമെന്ന് പറയാറുണ്ട്. അപ്പോൾ നമ്മളൊക്കെ ഒരുപക്ഷെ നരകത്തിൽ കടന്നിട്ട് വന്നവരായിരിക്കാം ആ സങ്കല്പം. നരകത്തിൽ പോകുന്നവർക്ക് വീണ്ടും മനുഷ്യജന്മം ഉണ്ടെന്ന് പറയാറുണ്ട്. അപ്പം ഈ സത്യലോകത്ത് എത്തിക്കഴിഞ്ഞാൽ, കാരണം ഏറ്റവും മുകളിലുള്ള ലോകമാണ് ഇതിൽ, ഭൂലോകം കഴിഞ്ഞ് ഭൂവർലോകവും കഴിഞ്ഞ് അടുത്ത സ്വർലോകം. സാധാരണ മരിക്കുന്നവർ അവിടേക്കാണ് പോകുന്നത്. സ്വർലോകം എന്ന് പറഞ്ഞാൽ സ്വർഗം, ദേവന്മാരുടെയൊക്കെ സ്ഥലം അവിടെയാണ്. അപ്പൊ ദേവന്മാരുടെ ലെവലിനേക്കാളും മുകളിലുള്ള ലെവലുകൾ വേറെ ഉണ്ട്. അപ്പൊ ഈ സ്വർലോകത്ത് എത്തിക്കഴിഞ്ഞാൽ പിന്നീട് ജന്മം ഉള്ളതായിട്ട് പറയുന്നില്ല. സ്വർലോകത്ത് എത്തിക്കഴിഞ്ഞാൽ ജന്മം സാഫല്യമായി എന്ന് പറയാറുണ്ട്. അപ്പോൾ ഹിന്ദു മതത്തിൽ അങ്ങനെയുണ്ട്. ഇനി ബാക്കി എല്ലാ മതങ്ങളിലും, ഇപ്പോൾ ക്രിസ്തു മതത്തിൽ പുണ്യം ചെയ്ത് മരിക്കുന്നവർക്ക് സ്വർഗത്തിൽ ദൈവത്തിന്റെ വരവേൽപ്പ് കിട്ടുമെന്ന് പറയുന്നുണ്ട്. പക്ഷെ ആ മതങ്ങളിലും എല്ലാം, അതുപോലെ സെമറ്റിക് മതങ്ങളിലെല്ലാം പൊതുവെ ഈ പുനർജന്മത്തെക്കുറിച്ച് വിശ്വാസമുണ്ട്. അപ്പോൾ പുനർജന്മം വിശ്വാസമില്ലാത്ത മതങ്ങൾ കുറവാണ്. ഇനി പുനർജന്മം ഉണ്ടോ ഇല്ലയോ നമുക്ക് അവസാനം തീരുമാനിക്കാം. നമുക്ക് ഈ ചർച്ചയെല്ലാം കഴിയുമ്പോൾ നമുക്ക് ലാസ്റ്റ് ഒരു കൺക്ലൂഷനായിട്ട് പുനർജന്മം ഉണ്ടോ ഇല്ലയോ, നമുക്ക് ജനിക്കണോ എന്നുള്ളത്. കാരണം അത് ആദ്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ചർച്ച ചെയ്യാനൊന്നുമില്ല. അപ്പോൾ അത് നമുക്ക് അവസാനത്തേക്ക് വരാം. എനിക്കിപ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്നത്, പോളോ കൊയ്ലോ എന്ന ഒരു വലിയ, പോളോ കൊയ്ലോ ഇപ്പോൾ കേരളത്തിൽ വളരെ പ്രശസ്തനാണ്. അദ്ദേഹത്തിൻ്റെ നോവലുകൾക്കുള്ള ഒരു പ്രത്യേകത, ഓരോ നോവലും വ്യത്യസ്തമായൊരു കഥയായിരിക്കും. ഇപ്പോൾ ആൽക്കമി തൊട്ട് അലഫ് വരെയുള്ള നോവലുകൾ വായിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ബ്രിഡ, അങ്ങനെ ഓരോ നോവലിനും എൻ്റയർലി വ്യത്യസ്തമായ ഒരു തീമായിരിക്കും. അദ്ദേഹത്തിൻ്റെ ഒരു നോവലാണ് അലഫ്. അലഫ് എന്ന് പറഞ്ഞ നോവലിൻ്റെ ഇതിവൃത്തം എന്ന് പറയുന്നത്, അതിലെ കഥാപാത്രം ഓരോ സ്ഥലത്തെത്തുമ്പോൾ കഴിഞ്ഞ ജന്മത്തിൽ അയാൾ അവിടെ എന്തോ ചെയ്തിരുന്ന കാര്യങ്ങൾ ഓർമ്മ വരും. അതാണ്, അങ്ങനെ പല സിറ്റുവേഷൻസിലേക്ക് അതിലെ നായകൻ എത്തുന്നുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ പോളോ കോലോ തന്നെ ഒരു ട്രെയിനിൽ യാത്ര ചെയ്യുന്നതായിട്ടാണ് ആ കഥയിൽ, അദ്ദേഹം തന്നെ സ്വയം നായകനാകുന്നതായിട്ടാണ് ആ കഥയിലെ ഒരു കഥാംശം. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഒപ്പം ഒരു പെൺകുട്ടി വഴിയിൽ നിന്ന് കൂടുന്നുണ്ട്. അപ്പോൾ ആ പെൺകുട്ടിയും അദ്ദേഹത്തിൻ്റെ പൂർവ്വകാല ചരിത്രത്തിലുള്ള ആളായിട്ട് കഥയിൽ ചിത്രീകരിക്കപ്പെടുന്നു. അതുകൊണ്ട് അവൾ എവിടൊക്കെ ഇറങ്ങിപ്പോയാലും അവസാനം വീണ്ടും അവൾ അദ്ദേഹത്തിൻ്റെ അടുക്കിലേക്ക് എത്തുന്ന
ഒരു കഥാ തന്തു അതിനകത്ത്. അപ്പോൾ അത് ഈ പുനർജന്മ വിശ്വാസത്തിൽ വന്നതാണ്. അതുപോലെ മറ്റ് കലാരംഗങ്ങൾ നോക്കൂ, സിനിമയിൽ, കഥകളിൽ, എല്ലായിടത്തും ഈ പുനർജന്മത്തെക്കുറിച്ച്. അടുത്ത ഏതോ ഒരു സിനിമ ഞാൻ കാണുകയുണ്ടായി, ചന്ദ്രമുഖി. ഞാൻ ചന്ദ്രമുഖി എന്നുള്ള വേർഷൻ കണ്ടിരുന്നില്ല. നമ്മുടെ മണിച്ചിത്രത്താഴിൻ്റെ ഒരു പഴയ വേർഷനാണ് ഈ ഒരു വിദേശ വേർഷൻ വെച്ചാൽ മറ്റു ഭാഷയിലുള്ള വേർഷനാണ് ചന്ദ്രമുഖി. അപ്പോൾ ചന്ദ്രമുഖിയിൽ കഥയൊക്കെ, അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് കാണണമെന്ന് തോന്നി. കാരണം ഞാൻ മണിച്ചിത്രത്താഴ് മലയാളം 2-3 തവണ കണ്ടത്, പക്ഷേ ഈ ചന്ദ്രമുഖി കണ്ടില്ല, ആദ്യമായിട്ടാണ് കണ്ടത്. അപ്പോൾ അതിലും ഈ പുനർജന്മത്തിൻ്റെ കഥാംശത്തെയൊക്കെ കൊണ്ടുവരികയും അതിനൊരു മാനസിക വിഭ്രാന്തിയാക്കി മാറ്റുകയൊക്കെ ചെയ്യുന്ന ചില കഥാംശമുണ്ട്. അപ്പോൾ ഇത് മനുഷ്യരുടെ ഇടയിൽ എല്ലാവർക്കും സത്യം പറഞ്ഞ മനുഷ്യൻ്റെ ഒരു ആഗ്രഹമാണ് ഈ പുനർജന്മ സൃഷ്ടിയിൽ വരുന്നത്. എല്ലാ മനുഷ്യനും അവൻ അനശ്വരനാകാനൊരു ആഗ്രഹമുണ്ട്. അത് നമ്മളിൽ എല്ലാം ഉള്ളൊരു ഭാഗമാണ്. മരണത്തെ നമുക്ക് ആർക്കും ഇഷ്ടമല്ല. ഇപ്പോൾ മഹാഭാരതത്തിൽ യുധിഷ്ഠിരൻ പറയുന്ന പോലെ ലോകത്തിലെ ഏറ്റവും വലിയ മഹാത്ഭുതം എന്ന് പറഞ്ഞാൽ മരിക്കും ഒരു ദിവസം എന്ന് അറിഞ്ഞുകൊണ്ട് ആ മരണത്തെ മറന്നുകൊണ്ട് ജീവിക്കാൻ കഴിയുന്നു. അതാണ് ഏറ്റവും വലിയ അത്ഭുതം. സത്യമാണ്. അപ്പോൾ നമുക്കൊന്നും മരണത്തെ അങ്ങോട്ട് സ്വീകരിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ അതിൽ നിന്നാണ് ഈ പുനർജന്മ ചിന്ത വരുന്നത്. ഈ കുറച്ചു കാലമായിട്ട് ഒരു നൂറ്റാണ്ടായിട്ട് ഈ പുനർജന്മത്തിനെ ന്യായീകരിക്കാൻ വേണ്ടി പാരാസൈക്കോളജിയിൽ ഒരുപാട് ലേഖനങ്ങളും മറ്റുമൊക്കെ വരുന്നുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ പാരാസൈക്കോളജി തന്നെ സൈക്കോളജിയുടെ ആദ്യകാലത്തുണ്ടായിരുന്നില്ല. സൈക്കോളജി മനുഷ്യ മനസ്സിനെ അപഗ്രഥിക്കാനുള്ള ഒരു കാരണമായിട്ടാണ് എടുത്തിരുന്നത്. പാരാസൈക്കോളജിയിൽ അതീന്ദ്രിയമായിട്ടുള്ള നമുക്ക് മനസ്സിലാകാത്ത കുറേ കാര്യങ്ങളെ കൊണ്ടുവന്ന് ഈ പുനർജന്മത്തെ അതിൽ കൂടി വിവക്ഷിക്കാനും അതിന് ചില എക്സ്പ്ലനേഷൻ കണ്ടുപിടിക്കാനും ഒക്കെ ഒരുപാട്. അതാ ചെറിയൊരു അംശം ആ മണിച്ചിത്രത്താഴ് സിനിമയിലും കാണാം, പാരാസൈക്കോളജിയെ കുറിച്ചുള്ള ചില പരാമർശം. അത് ലോകത്തെമ്പാടും ഇപ്പോൾ ഒരുപാട് പാരാസൈക്കോളജിസ്റ്റ് ഉണ്ട്. അത് അല്ലെങ്കിൽ ഈ സ്യൂഡോ സയൻസിന് എപ്പോഴും ശരിക്കുള്ള സയൻസിനേക്കാൾ പ്രചാരം കിട്ടും. അതുകൊണ്ടാണല്ലോ ഇപ്പോഴും നാട്ടുകാർ ഈ കൂടോത്രം ചെയ്യുന്നതും പൂജകൾ ചെയ്യുന്നതും ഒക്കെ സ്യൂഡോ സയൻസിന് കിട്ടുന്ന ഒരു പ്രചാരം കൊണ്ടാണ്. അപ്പോൾ ലോകമാസകലം നല്ലൊരു പങ്ക് ആളുകൾ വിശ്വസിക്കുന്ന ഒരു കാര്യമാണ് പുനർജന്മം. അതിൽ ജനിക്കണം എന്നുള്ളൊരു ആഗ്രഹവും നല്ലൊരു പങ്കുണ്ടാകും. ഞാൻ ചോദിച്ചോട്ടെ, വർഷയ്ക്ക് ഈ ജന്മം കഴിഞ്ഞ് ഇനിയും ജനിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? ഇനിയും ജനിക്കണമെന്ന് ആഗ്രഹം ഉണ്ടോയെന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്, ഞാനിപ്പം ആരെങ്കിലുമൊക്കെ മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്കൊരു ജന്മം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോകുന്നുണ്ട്. അവർക്കൊരു ജന്മം ഉണ്ടാവണം എന്നുള്ളതാണ് എൻ്റെ ഇപ്പോഴത്തെ ആഗ്രഹം. ഞാനിതിനെക്കുറിച്ച് അങ്ങനെ എനിക്ക് വേണ്ടിയിട്ട് ഞാൻ ആലോചിച്ചിട്ടില്ല, ഇനി എനിക്കൊരു ജന്മം വേണമെന്ന് ആലോചിച്ചിട്ടില്ല. മറ്റുള്ളവരെ ജനിപ്പിക്കാൻ അല്ലെങ്കിൽ അവർ ജനിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ എപ്പോഴും ആഗ്രഹിക്കാം. അവർ തിരിച്ചാലോചിക്കാമല്ലോ, വർഷയ്ക്കൊരു ജന്മം കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്നവരും ആലോചിക്കും. മനുഷ്യന്റെ ഈ വാസന, ഇതൊരു ലിബിഡോ, ഒരു ജന്മവാസനയാണ്. നമ്മളോട് ഉറ്റവര്, നമുക്ക് പ്രിയപ്പെട്ടവര്, അവരൊക്കെ ഇനിയും ജീവിച്ചിരുന്നെങ്കിൽ എന്ന് നമുക്ക് തോന്നാറുണ്ട്. അത് ഒരുപാട് പേരെ കുറിച്ച് അങ്ങനെ തോന്നാറില്ല. ഇപ്പം നമ്മുടെ ബന്ധത്തിൽ, നമ്മുടെ ബാന്ധവങ്ങളിൽ നിരവധി പേരുണ്ടാകും. പക്ഷെ വളരെ തെരഞ്ഞെടുക്കപ്പെട്ട 1-2 പേരെ കുറിച്ച് അവർ ഇനിയും ജീവിച്ചിരുന്നെങ്കിൽ എന്ന് തോന്നാറുണ്ട്. അത് സ്വാഭാവികമാണ്. അപ്പോൾ ആ ഒരു ചിന്തയിൽ നിന്ന് ഈ പുനർജന്മം, ഇപ്പം ഞാൻ ഒരു ഉദാഹരണം പറയാം. എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളായിരുന്നു എൻ്റെ അമ്മാവൻ. എൻ്റെ കൂടെ എഞ്ചിനീയറിംഗ് കോളേജിൽ അദ്ദേഹം പ്രൊഫസറായിട്ട് വർക്ക് ചെയ്തിരുന്ന ആളാണ്. ഞാൻ പാലക്കാട്ട് എത്താൻ കാരണമായത് അദ്ദേഹമാണ്. അദ്ദേഹം ഒരു അപൂർവ രോഗം വന്ന് 1984 മരിച്ചുപോയി. പക്ഷെ അതിനുശേഷം 100 കണക്കിന് തവണ അദ്ദേഹം ജീവനോടെ ഇരിക്കുന്നതായിട്ടും എൻ്റെ അടുക്ക് ആശയവിനിമയം നടത്തുന്നതായിട്ടും ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ട്. എന്തുകൊണ്ടത് അങ്ങനെ വന്നു എന്ന് എനിക്കറിയില്ല. അദ്ദേഹം അകാലത്തിൽ മരിച്ചുപോയതാണ്, 44 വയസ്സിൽ മരിച്ചുപോയി. അപ്പോൾ ഇതുപോലെ നമ്മുടെ മനസ്സിന്റെ ചിന്തയിൽ ജീവിച്ചിരിക്കണമെന്ന്, അപ്പോൾ അദ്ദേഹം മരിച്ചതായിട്ട് എൻ്റെ മനസ്സിപ്പോഴും സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പൊ കുറച്ചു നാളായിട്ട് ഞാൻ സ്വപ്നം കാണുന്നില്ല. മറ്റേത് ഇടയ്ക്കിടയ്ക്ക് ഞാൻ അദ്ദേഹം മരിച്ചു എന്ന് പറയുന്ന കള്ളമാണ്. അദ്ദേഹത്തെ ഞാൻ കാണുന്നതായിട്ട് സ്വപ്നത്തിൽ മാത്രമേ ഉള്ളൂ. യാഥാർത്ഥ്യത്തെ ഒരിക്കലും കാണാൻ പറ്റില്ല. അത് അപ്പോൾ എനിക്കും വേണമെങ്കിൽ പാരാസൈക്കോളജിയുടെ ഒരു അപഗ്രഥനം നടത്തിയിട്ട് അദ്ദേഹം എവിടെയോ ജീവിച്ചിരിക്കുന്നുണ്ട്, അദ്ദേഹത്തിന്റെ ആത്മാവ് എന്നെ കാണാൻ വരുന്നതാണ് എന്നൊക്കെ പറയാം. എനിക്ക് അടുത്ത കാലത്തുണ്ടായ ഒരു രസകരമായ അനുഭവം ഞാൻ പറയാം. എൻ്റെ ഭാര്യയുടെ അമ്മ മരിച്ചു, കഴിഞ്ഞ ഡിസംബറിലാണ് മരിച്ചത്. അപ്പം അമ്മയും ഞാനും കൂടി, ഞാൻ തിരുവനന്തപുരത്ത് ഡെപ്യൂട്ടേഷൻ ഉള്ളപ്പോൾ കുറച്ചു കാലം അമ്മയും ഞാനും എൻ്റെ 2 മക്കളും കൂടെയാണ് ഒരിടത്ത് താമസിച്ചിരുന്നത്. ഭാര്യ അന്ന് പാലക്കാട്ടായിരുന്നു താമസം. ആഴ്ചയിൽ വീക്കെൻഡിൽ വെള്ളിയാഴ്ച വന്നിട്ട് തിങ്കളാഴ്ച പോരുന്ന പതിവായിരുന്നു. അപ്പോൾ അമ്മയാണ് കുട്ടികളെ നോക്കി എൻ്റെ കൂടെ താമസിച്ചിരുന്നത്. അപ്പോൾ കുറേ വൈകി 2010 ആയപ്പോഴത്തേക്ക് എൻ്റെ മോന് പഠനത്തിനായിട്ട് ഹോസ്റ്റലിലേക്ക് പോയി, മോള് ചെന്നൈയിലേക്ക് ഉപരിപഠനത്തിനായിട്ട് പോയി. അപ്പോൾ വീട്ടിൽ കുറച്ചാൾ പിന്നെ ഞാനും അമ്മയും ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ദിവസം ഞാൻ വൈകിട്ട് വളരെ ലേറ്റായിട്ടാണ് കോളേജിൽ നിന്ന് എത്താറ്. ഞാൻ എത്തിയപ്പോൾ ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ അമ്മ പറഞ്ഞു, എന്തോ രാമേശ്വരത്തെ കാര്യത്തെക്കുറിച്ചൊരു ഡിസ്കഷൻ വന്നു. അപ്പോൾ അമ്മ പറഞ്ഞു, അച്ഛനെ നിമജ്ജനം ചെയ്ത് അവിടെയാണെന്ന് പറഞ്ഞു.
അച്ഛനെന്ന് പറഞ്ഞാൽ എൻ്റെ വൈഫിൻ്റെ അച്ഛനെ മനസ്സിലായി. ഈ അസ്ഥി നിമഞ്ജനം ചെയ്തത് രാമേശ്വരത്താണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഞാനിതുവരെ രാമേശ്വരത്ത് പോയിട്ടില്ലമ്മേ, പലവണ ആലോചിച്ചാൽ പോകണമെന്ന്, പോയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞു എന്തായാലും ഒരിക്കൽ പോകേണ്ടി വരും. ഞാനിപ്പോൾ തമാശയ്ക്ക് ചോദിച്ചാൽ അതെന്തിനാ, അത് ഞാൻ മരിച്ചു കഴിയുമ്പോൾ എൻ്റെ അസ്ഥിയും അവിടെ നിമഞ്ജനം ചെയ്യണമെന്ന് പറഞ്ഞു. ഞാനതങ്ങ് മറന്നുപോയി. അപ്പോൾ അടുത്ത കാലത്ത് അമ്മയുടെ മരണം കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞിട്ട് ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞിട്ട് ഞാനും വൈഫും കൂടെ പാലക്കാട്ടേക്ക് മടങ്ങുന്ന വഴിയിൽ ഞാൻ വണ്ടി വെച്ച് വൈഫിൻ്റെ അടുക്കപ്പോൾ ഞാനൊന്ന് മയങ്ങി കഴിഞ്ഞപ്പം ഞാൻ അമ്മയെ സ്വപ്നം കണ്ടു മറ്റൊന്നുമല്ല, അമ്മയും ഞാനും കൂടി ഇരുന്നുള്ള ആ സംഭാഷണം സ്വപ്നം കണ്ടു. ഒരിക്കൽ പോകേണ്ടി വരും, ഈ എൻ്റെയും അസ്ഥി അവിടെ നിമഞ്ജനം ചെയ്യണമെന്ന് അമ്മ പറയുന്നത് എൻ്റെ ഓർമ്മയിൽ വന്നു. അത് ഞാൻ കേട്ടത് തന്നെയാണല്ലോ. അപ്പം ഞാനിവിടെ വീട്ടിലെത്തിയപ്പം വൈഫിൻ്റെ അടുക്ക പറഞ്ഞു, ഞാൻ ഇന്ന് ഇത് ഓർത്തു, എന്താ ഓർക്കാൻ കാരണം എന്നറിയില്ല, ഞാൻ ഓർത്തു എന്ന് പറഞ്ഞു. വൈഫ് എല്ലാവരെയും വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ അമ്മ എനിക്ക് പ്രത്യക്ഷപ്പെട്ടു സ്വപ്നത്തിൽ ഇങ്ങനെ. അപ്പോൾ അതൊരു പാരാസൈക്കോളജിയായി മാറുകയാണ്. സത്യത്തിൽ എൻ്റെ ഓർമ്മ ഒന്ന് വന്നതാണ്. അത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ അമ്മ മരിച്ചിരിക്കുന്നു. അപ്പോൾ അമ്മ പറഞ്ഞ കാര്യങ്ങൾ അമ്മയെക്കുറിച്ച് ഓർത്തപ്പം അങ്ങനെ സംഭവിച്ചു, മനസ്സിലായില്ലേ? പക്ഷേ പലരും ഇതിന് മറ്റു പല അർത്ഥങ്ങളും കൊടുത്തു എന്ന് വരും. ചിലർ ഒരുപക്ഷെ അമ്മയുടെ ആത്മാവെന്നെ വന്ന് ദർശനം തന്നതാണെന്നോ അങ്ങനെയൊക്കെ പറഞ്ഞു തരും. അപ്പോൾ പാരാസൈക്കോളജി ഡെവലപ്പ് ചെയ്യുന്നതന്നെ ഇങ്ങനെ ചില ഭൂമികകളിൽ നിന്നാണ്, ചില സങ്കല്പങ്ങളിൽ നിന്ന്, ചില സ്വപ്നങ്ങളിൽ നിന്ന്. ഞാൻ വണ്ടിയിരുന്ന് അറിയാതെ മയങ്ങിപ്പോയപ്പോൾ നമ്മുടെ തോട്ട്സ്, അതായത് മനുഷ്യ മനസ്സിനൊരു പ്രത്യേകത എന്താണെന്നറിയാമോ? ഈ കമ്പ്യൂട്ടറുകൾ പോലെ തന്നെയാണ്. കമ്പ്യൂട്ടർ സാധാരണ നോർമലായിട്ട് വർക്ക് ചെയ്യും. ഒരു വൈറസ് കയറിയാൽ വർഷം ശ്രദ്ധിച്ചിട്ടുണ്ടോ കമ്പ്യൂട്ടറിൽ? അക്ഷരങ്ങൾ കൊഴിഞ്ഞു വീഴും, ചിത്രങ്ങൾ വികലമായി മാറും, നമ്മളിതുവരെ കണ്ടില്ലാത്ത പലതും. ഈ സ്വപ്നങ്ങളെന്ന് പറയുന്നത് ഈ തലയിൽ കയറുന്ന ചെറിയ വൈറസുകളാണ്. സ്വപ്നങ്ങൾ നമ്മൾ ഒരുപാട് വലിയ ലോങ് ആയിട്ടൊന്നും ഒക്കെ വിചാരിക്കും, പക്ഷേ ഈ സ്വപ്നത്തിൻ്റെ ഡ്യൂറേഷൻ എത്രയാണെന്ന് അറിയാമോ? ഫ്രോയിഡ് പറയുന്നത് ഏറ്റവും നീണ്ട സ്വപ്നത്തിൻ്റെ ഡ്യൂറേഷൻ 3 സെക്കൻഡാണെന്ന്. അപ്പം നമ്മൾ കാണുന്ന ഈ സ്വപ്നങ്ങളുടെ ഡ്യൂറേഷനൊക്കെ വളരെ കുറവാണ്. അതിനകത്താണ് നമ്മൾ ഒരുപക്ഷെ ഒരു ദിവസത്തെ കഥകൾ തന്നെ നമ്മൾ ഓർത്തു. ഇനി ഇതുപോലെ വേറൊരു കാര്യം സംഭവിക്കാറുണ്ടെന്ന് ഫ്രോയിഡ് പറയുന്നുണ്ട്. അതായത് നമ്മൾ മരണത്തെ കാത്ത് കിടക്കുമ്പോൾ നമ്മുടെ എൻ്റയർ ജീവിതം ഒരു റീല് പോലെ നമ്മുടെ കണ്ണിൻ്റെ മുന്നിൽ കൂടെ പാഞ്ഞു പോകുമെന്ന് പറയാറുണ്ട്. അത് സത്യമാണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഫ്രോയിഡ് എവിടെയൊക്കെ പരീക്ഷണങ്ങൾ നടത്തിയിട്ടത് പറഞ്ഞതാണ്. അപ്പോൾ ഇതൊക്കെ ഈ പാരാസൈക്കോളജി എക്സ്പ്ലനേഷൻ വരുമ്പോൾ ഇതിനൊക്കെ മറ്റു തലത്തിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ ഈ പുനർജന്മ കഥകളിൽ ഒരുപാട് കഥകൾ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ നെറ്റിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അറിയാം, 100 കണക്കിന് 1000 കണക്കിന് പുനർജന്മ കഥകൾ. പുനർജനിച്ചു എന്ന് പറഞ്ഞ് അവകാശപ്പെടുന്നവർ, ജനിച്ചവരുടെ കഥകൾ കേട്ടിട്ട് എഴുതി എന്ന് പറയുന്നവർ, ഇതൊക്കെ സ്വാഭാവികമാണ്. അതെ, ഞാനും ഈ അടുത്ത കാലത്ത് എപ്പോഴോ ഞാനൊരു പ്രോഗ്രാം റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഞാൻ കണ്ടന്റ് എടുക്കുന്ന സമയത്ത് ഇതുപോലത്തെ എന്തോ ഒരു സംഭവം ഞാനിങ്ങനെ ഓർക്കുന്നു. ഏതോ ഒരു ബുക്ക് കംപ്ലീറ്റ് ചെയ്യാതെ ഒരു റൈറ്റർ മരിച്ചു, പിന്നെ വേറെ ഒരു റൈറ്റർ എഴുതി, പക്ഷെ ആ ഒരു ബുക്ക് കംപ്ലീറ്റ് ചെയ്തു. പക്ഷേ ഈ അദ്ദേഹം പുനർജന്മമാണെന്നൊന്നും പറയുന്നില്ല, പക്ഷേ ആ എഴുതുന്ന വ്യക്തി തന്നെ സമ്മതിക്കുന്നില്ല ഇത് ഞാൻ എഴുതിയിട്ടുള്ളൊരു ബുക്കാണ് എന്നുള്ളൊരു കാര്യം. എനിക്ക് ആ ബുക്കും ഓതറിൻ്റെ പേരൊന്നും ഓർമ്മ വരുന്നില്ല, പക്ഷേ ഇങ്ങനെ ഒരു സംഭവം ഞാൻ കെലഡോസ്കോപ്പിൽ വേണ്ടിയിട്ട് ഇങ്ങനെ കണ്ടന്റ് എടുത്തിട്ടുള്ളൊരു കാര്യം എനിക്ക് ഓർമ്മ വരുന്നു. അത് മാത്രമല്ലാതെ വേറൊരു സംഭവം കൂടെ സൂചിപ്പിക്കുകയാണെങ്കിൽ, നമ്മളുടെ വീട്ടിൻ്റെ അടുത്ത് തന്നെ ഇങ്ങനൊരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട്. കാരണം ഇങ്ങനെ ഞാൻ എന്തോ മരിച്ചിട്ട് പിന്നെയും വന്ന ഒരാളാണ്, അതായത് കുഞ്ഞായിരിക്കുമ്പം പാമ്പ് കടിച്ച് മരിച്ചതാണ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ളൊരു സംഭവം കൂടെ എനിക്ക് ഇങ്ങനെ ഓർമ്മയുണ്ട്. അപ്പം ഞാൻ വിശ്വസിക്കുന്നു ചിലപ്പം ഇതേപോലെ മരണശേഷവും ഒരു ജീവിതം ഉണ്ടാവാം അല്ലേ? ചിലപ്പോൾ സർ മരണശേഷമായിരിക്കാം യഥാർത്ഥത്തിൽ ജീവിതം, നമ്മളൊന്നും കണ്ടിട്ടില്ലല്ലോ അല്ലേ? അപ്പം അതൊക്കെ എന്ത് തോന്നുന്നു സർ? ഈ മരണശേഷമാകാം ജീവിതം എന്ന് പറയുന്നത് നമുക്ക് ശാസ്ത്രീയ അടിസ്ഥാനത്തിൽ വിശകലനം ചെയ്യാൻ കഴിയില്ല. കാരണം നമ്മുടെ മരണം കഴിഞ്ഞാൽ, ഇപ്പം മരണം എന്ന് പറയുന്നത് തന്നെ എന്താണ്? മരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 തരത്തിലുള്ള മരണമുണ്ട്. ഒന്ന് ബോഡി ഡെത്തും ഉണ്ട്, ഒന്ന് ബ്രെയിൻ ഡെത്തും ഉണ്ട്. ഈ ബോഡി ഡെത്ത് എന്ന് പറഞ്ഞാൽ ശരീരത്തിന് സകല ചലനശേഷി നശിച്ചു പോകുന്നതാണെന്ന്. ഈ ബ്രെയിൻ ഡെത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രെയിനിൽ ഇലക്ട്രിസിറ്റി ഉണ്ട്. ബ്രെയിനിൽ 0.2 വോൾട്ട് ഇലക്ട്രിക് കണക്ഷൻ ഇങ്ങനെ ഉള്ളതുകൊണ്ട് മാത്രമാണ് നമ്മുടെ ബ്രെയിൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മുടെ ബ്രെയിനിലെ ഇലക്ട്രിസിറ്റി എപ്പോൾ നിശ്ചലമാകുന്നു അപ്പോൾ ബ്രെയിൻ ഡെത്ത് ആകുകയാണ്. ബോഡി ഡെത്ത് ആയാലും ബ്രെയിൻ ഡെത്ത് ആകണമെന്നില്ല. പക്ഷേ ഇത് രണ്ടും കൂടെ സാധാരണത്തിൽ ഒന്നിച്ചാണ് സംഭവിക്കാറ്. വളരെ അപൂർവമായ കേസുകളിൽ മാത്രമല്ല, ആക്സിഡൻറ്റിലൊക്കെ മാത്രമേ ബോഡി ഡെത്ത് കഴിഞ്ഞാലും ബ്രെയിൻ ഡെത്ത് ആകാതെ ഇരിക്കും. അതുപോലെ തിരിച്ചു ആകാൻ ചിലപ്പോൾ ബ്രെയിൻ ഡെത്ത് ആയാലും ബോഡി ഡെത്ത് ആകാതെ കിടക്കുന്ന ചില കേസുകളുണ്ട്. പക്ഷെ അത് അപൂർവമാണ്. കാരണം ബ്രെയിൻ ഡെത്ത് ആയി കഴിഞ്ഞാൽ പിന്നെ മൊബിലിറ്റി ഇല്ല, പിന്നെ ശരീരത്തിന് ചലിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ബ്രെയിൻ ഡെത്താണ് ആബ്സല്യൂട്ട് ഡെത്ത് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ എനിക്ക് തന്നെ ചില റൂമുകളിൽ ഇരിക്കുമ്പോൾ ഓർമ്മയിൽ പെട്ടെന്ന് ഞാൻ മുമ്പ് ഇവിടെ ഇരുന്നിട്ടുള്ളതാണല്ലോ തോന്നുന്നു. ഒരുപക്ഷെ ഞാൻ അവിടെ ആദ്യമായിട്ട് എത്തുന്നതായിരിക്കും.
അതെന്തോ ഡിജാവോ ജമയോ അങ്ങനെ എന്തോ പറയാറുണ്ട്. ഞാൻ ഈ പോളോ കൊയ്ലോയുടെ നോവൽ വായിച്ചപ്പോൾ അതിനകത്ത് പലയിടത്ത് ഇങ്ങനെയുള്ള പരാമർശങ്ങൾ വരുന്നു. ഒരു സ്ഥലത്ത് എത്തുമ്പോൾ നമ്മളവിടെ നേരത്തെ എത്തുകയാണ്. അപ്പോൾ ഞാനിങ്ങനെ വീണ്ടും ഇരുന്ന് ആലോചിക്കുമായിരുന്നു, എനിക്ക് എന്തുകൊണ്ട് അങ്ങനെ ഈ സ്ഥലത്ത് എത്തിയപ്പോൾ മുമ്പ് ഞാനിവിടെ ഉണ്ടായിരുന്നു എന്നൊരു തോന്നലുണ്ടായി. അപ്പോൾ അത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു മെക്കാനിസമാണ്. ഇപ്പം ഉദാഹരണത്തിന് വർഷം ഞാൻ ഇന്ന് കാണുന്നു, വർഷം ഞാനങ്ങ് മറന്നുപോയെന്ന് വെച്ചോളൂ. പിന്നീട് എപ്പോഴെങ്കിലും ഒരിടത്ത് വെച്ച് കാണുമ്പോൾ വർഷം തിരിച്ചറിഞ്ഞില്ല എന്ന് വെച്ചോളൂ. പക്ഷെ എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ വീണ്ടും വർഷം തിരിച്ചറിഞ്ഞു എന്ന് വരാം. കാരണം നമ്മുടെ മനസ്സിന്റെ നിഗൂഢതകളിൽ എവിടെയോ കിടക്കുന്നുണ്ടാവും ആ ഇമേജസ്, അത് തിരിച്ചറിഞ്ഞു. എനിക്ക് അങ്ങനെ പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരിടത്ത് എത്തുമ്പോൾ അതുമായിട്ട് സിമിലർ ആയിട്ടുള്ള ഒരു ഇമേജ് ചിലപ്പോൾ മുമ്പ് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അവിടെ എത്തിയപ്പോൾ തന്നെ വന്നൊരു ഇമേജ് ചിലപ്പോൾ ഒരു ഫോർമർ ഡേറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടു എന്ന് വരാം, ഈ കമ്പ്യൂട്ടറിൻ്റെ സ്റ്റോറേജ് പോലെ. അപ്പോൾ അതിന് ശാസ്ത്രീയമായ ഒരു എക്സ്പ്ലനേഷൻ അതിന് കൊടുക്കാൻ കഴിയും. നമ്മൾ ഇവിടെ മുന്നേ ഉണ്ടായിരുന്നു എന്നുള്ളൊരു തോന്നൽ അവിടെ ചെല്ലുന്നതിന് മുമ്പ് നമുക്ക് വന്നിട്ടില്ലല്ലോ, അവിടെ ഇരുന്നതിന് ശേഷമല്ലേ വന്നിട്ടുള്ളൂ. അപ്പോൾ ആ വിഷ്വൽ കണ്ടതിന് ശേഷം മാത്രം വരുന്ന ഒരു ഫീലിംഗിൽ ഈ കമ്പ്യൂട്ടറിൽ വൈറസ് കയറുന്ന എഫക്റ്റ് നമ്മുടെ ബ്രെയിനിൽ സംഭവിച്ചുകൂടാകില്ല. അതുകൊണ്ട് അങ്ങനെയുള്ളത് സ്വാഭാവികമാണ്. നമ്മൾ നേരത്തെ ഇവിടെ എത്തിയെന്ന് പറയാം. അതുപോലെ പല ഭാഷകളും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിടത്തോളം ഈ ചിലർ അവർക്ക് അറിയാത്ത ഭാഷകൾ സംസാരിക്കും. അത് ഒരുപാട് കേസസ് അങ്ങനെ ഉണ്ടായിട്ടില്ല. അറിയാത്ത ഭാഷകൾ അവർ സംസാരിക്കും. അപ്പോൾ 1-2 കേസസിൽ ശാസ്ത്രജ്ഞന്മാർ ഈ അറിയാത്ത ഭാഷകൾ പരീക്ഷിച്ചു നോക്കി. അപ്പോൾ പരീക്ഷിച്ചു നോക്കിയപ്പം അതിനെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കേട്ടിട്ടുള്ള ഏതെങ്കിലും ഭാഷയായിട്ട് സാമ്യത്തിൽ ഇവർ വെറുതെ അങ്ങ് പറയുകയാണ്. ഭാഷയുടെ വ്യാകരണമോ ഭാഷയുടെ കൃത്യതയൊന്നുമില്ലാതെ വെറുതെ കുറേ അക്ഷരങ്ങൾ കൂട്ടിച്ചേർത്ത് പറയുമ്പോൾ കേട്ടു നിൽക്കുന്ന ആളിന് ആ ഭാഷ അറിയില്ലെങ്കിൽ ആ ഭാഷയായിട്ട് തോന്നുന്നതാണ്. ഇങ്ങനെയുള്ള കേസുകളിൽ ആ ഭാഷ എക്സ്പേർട്ടിനെ വിളിച്ച് അത് കേൾപ്പിക്കുമ്പോൾ അത് ഭാഷയല്ല എന്ന് വന്നിട്ടുണ്ട്. ഒരുപാട് കേസുകൾ വന്നിട്ടുണ്ട്. അത് വളരെ സർവ്വസാധാരണമാണ്. ഒരു പാരാസൈക്കിക് ഇഫക്റ്റ് തന്നെയാണത്. അത് ഒരു പക്ഷേ നമുക്കും ചിലപ്പോൾ ഇങ്ങനെ തോന്നാം, എനിക്ക് ആ ഭാഷ അറിയാം എന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ പറഞ്ഞു തുടങ്ങും. പക്ഷേ അത് കൃത്യമായി ആ ഭാഷ അറിയുന്ന ഒരാൾ വന്ന് പരിശോധിച്ചാൽ ആ ഭാഷ ആയിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ഇതും ഒരു മനസ്സിൻ്റെ ഒരു തലച്ചോറിൻ്റെ പ്രവർത്തനത്തിൽ വരുന്ന ഒരു എറാറ്റിക് ഡീലാണ്, തെറ്റുകൾ പറ്റുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അതിനെ നമുക്കൊരു പഴയ ജന്മമായിട്ട് കണക്ട് ചെയ്യാൻ കഴിഞ്ഞെന്ന് വരില്ല. മനസ്സിലായില്ലേ? ഇനി മറ്റൊന്ന്, ഈ ഇപ്പോൾ മുഖലക്ഷണം പറയാൻ ഞാൻ പണ്ടൊക്കെ ഇത് ചെയ്യുമായിരുന്നു. ആളുകളുടെ മുഖം നോക്കിയിട്ട് മുഖലക്ഷണം പറയാമായിരുന്നു. പിന്നെ ഞാനങ്ങ് നിർത്തി. എന്താണെന്നറിയാമോ, അത് മിസ്യൂസ് ചെയ്യപ്പെടുന്നു തോന്നിയപ്പോഴാണ് ഞാൻ നിർത്തിയത്. നമുക്ക് കുറച്ച് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മുഖലക്ഷണം പറയാൻ പറ്റും. അതിന് പ്രത്യേകിച്ച് പാരാസൈക്കിക് നോളജ് ഒന്നും വേണ്ട. നമ്മൾ ഒരു 50 പേരുടെ സ്വഭാവം ഒന്ന് പഠിച്ചു നോക്കും. അവരുടെ മുഖലക്ഷണവും അവരുടെ സ്വഭാവമായിട്ടൊന്ന് പഠിച്ചു നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. പിന്നെ ഒരാളിനെ കാണുമ്പോൾ ഒരു 50 എന്നുള്ള 100 ആക്കിയാൽ വളരെ നന്നായി. ഈ മുഖലക്ഷണം പറയുന്നവരുടെ അവർക്ക് കോമൺ സെൻസ് വളരെ കൂടുതലാണ്. ഒരു പ്രത്യേക നേച്ചറുള്ള ഒരു പ്രത്യേക ട്രേഡ്സ് മുഖത്തിനുള്ളവരുടെ സ്വഭാവത്തിൽ വലിയ സാമ്യം ഉണ്ടാകും. കാരണം ഇപ്പോൾ ഈ പല പ്രാചീന ഗ്രന്ഥങ്ങളും മുഖലക്ഷണശാസ്ത്രത്തെക്കുറിച്ച് പ്രതിപാദിക്കാറുണ്ട്. അതിൽ ഈ ലക്ഷണശാസ്ത്രത്തിൽ പറയുന്ന മുഖത്തിൻ്റെ ആകാര വടിവുകൾ അത് സത്യമാണ്. കാരണം എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളതാണ്. ഒരേ സിമിലർ ഫേസ് ആയിട്ട് വർഷയെപ്പോലെ ഒരാളിനെ എനിക്ക് വേറെ അറിയാമെങ്കിൽ, ഇതിനോടൊരു 99% ഫെമിലിയാരിറ്റി ഉള്ളൊരു ഫേസ് എനിക്ക് നേരത്തെ അറിയാമെങ്കിൽ, ആ സ്വഭാവത്തിൻ്റെ ഒരു 90% എങ്കിലും സ്വഭാവം വർഷയ്ക്കുണ്ടാവും. അതിൽ അത്ഭുതമൊന്നുമില്ല. അത് നമ്മുടെ മേക്കിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇപ്പോൾ ഞാൻ കുട്ടിയായിരിക്കുന്ന സമയത്ത് എൻ്റെ വീട്ടിൽ ഒരു മൂത്താശാരി പണിക്ക് വരുമായിരുന്നു. ഭയങ്കര എക്സ്പേർട്ട് ആശാരിയാണ്. അപ്പോൾ അവിടെ സ്ഥിരമായിട്ടിങ്ങനെ അവിടെ കുറേ മരങ്ങളുണ്ട്. അതിങ്ങനെ വെട്ടി അവിടെ ഈ തടി ഇറക്കുന്ന ഒരു തച്ചന് പണിയുന്ന ഒരു ആശാരിയൊക്കെ ഇങ്ങനെ സ്ഥിരമായിട്ട് വന്നിങ്ങനെ പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ് മാസങ്ങളോളം അവിടെ. അപ്പോൾ അവർക്ക് വേറെ എന്തെങ്കിലും, അപ്പോൾ ഈ ആശാരി ശില്പം ചെയ്യാൻ പോകുന്ന ഒരു ആശാരിയാണ്. അപ്പോൾ അയാൾക്ക് ഏതെങ്കിലും ക്ഷേത്രങ്ങളിലെയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആഘോഷങ്ങളുടെയൊക്കെ ശില്പ ജോലി വരും. അയാൾ ദാരുശില്പം ചെയ്യുന്ന ആളാണ്. തടിയിൽ മനോഹരമായ സലഭഞ്ചികളൊക്കെ ചെയ്യുന്ന ആളാണ്. അപ്പോൾ അങ്ങനെയുള്ള ക്ഷേത്രങ്ങളിൽ നിന്നൊക്കെ വരുമ്പോൾ അയാൾ ദീർഘകാലം വിട്ടു നിൽക്കും. എന്നിട്ട് അത് കഴിയുമ്പോൾ ഇങ്ങ് വന്നിട്ട് പിന്നെ കുറേ ദിവസം ഇവിടെ ആയിരിക്കും. അപ്പോൾ അയാൾ പണിയുന്നിടത്ത് എനിക്ക് ഈ കൃത്രിമ പണികളൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ അവധി ദിവസങ്ങളിൽ ഞാനും അയാളുടെ കൂടെ കൂടും. അപ്പോൾ അയാൾ നല്ല പ്രായമുണ്ട്. അന്ന് തന്നെ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കുട്ടി, അന്ന് തന്നെ അയാൾക്ക് ഒരു 10-60 വയസ്സിന് മേലെയുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ഇരുന്ന് അയാളോട് പല സംശയങ്ങൾ ചോദിക്കുകയായിരുന്നു. അപ്പോൾ ആ സംശയങ്ങളിൽ എനിക്ക് വന്ന ഒരു സംശയം, അപ്പോൾ അയാൾ ഒരിക്കൽ എൻ്റെ അടുത്ത് പറഞ്ഞു, ഈ ഏറ്റവും ലാസ്റ്റ് ശില്പത്തിൻ്റെ കണ്ണ് കുത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, അതെന്തുകൊണ്ടാണ് ആദ്യം കുത്തിക്കൂടെ? മൂക്ക്, ചെവി, വായ്, കഴുത്ത് എല്ലാം കൊത്തി കഴിഞ്ഞ് ലാസ്റ്റ് കണ്ണ് കൊത്തുള്ളൂ. അപ്പോൾ അദ്ദേഹം പറഞ്ഞെന്താണെന്നറിയാം, ശില്പത്തിൻ്റെ കണ്ണ് കൊത്തി കഴിയുമ്പോൾ അതിന് ജീവൻ വെക്കുകയാണ്, പിന്നെ അതിനെ നമ്മൾ മലീമസപ്പെടുത്തരുതെന്നാണ് പറഞ്ഞത്.
അത് അദ്ദേഹത്തിൻ്റെ ഒരു സങ്കല്പമായിരിക്കാം. പക്ഷെ ഞാൻ പിന്നീട് അതിനെക്കുറിച്ച് വിശദമായിട്ട് ആലോചിച്ചപ്പോൾ എനിക്ക് മറ്റൊരു കാര്യം തോന്നുന്നുണ്ടായി. ഈ കണ്ണ് വന്നു കഴിയുമ്പോൾ മാത്രമാണ് അതിനൊരു പൂർണ്ണത വരുന്നത്. അപ്പം അതുവരേക്ക് കണ്ണ് വന്നു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ അപാകതകൾ എന്താണെന്ന് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ വിഷമമാണ്. മനസ്സിലായില്ലേ? ഇപ്പോൾ ഒരു വ്യക്തിയുടെ കണ്ണിൽ നോക്കുന്ന പോലെയാണ്. കണ്ണിൽ നോക്കി കഴിയുമ്പോഴത്തേക്ക് പിന്നെ മുഖത്തുള്ള അപാകതകൾ കണ്ടെത്താൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ അദ്ദേഹം എനിക്ക് ഈ ശില്പകലയിൽ ഒരു വലിയ രഹസ്യം എനിക്ക് പറഞ്ഞു തന്നു. ആരോടെയും പറയരുതെന്ന് പറഞ്ഞാണ് എന്നോട് പറഞ്ഞത്. പക്ഷെ എന്തായാലും ഞാനത് പറയാം. അതിതാണ്, നമ്മുടെ ശരീരത്തിലെ പ്രധാന അവയവങ്ങളൊക്കെ ഒരേ അളവാണ്. അപ്പോൾ അദ്ദേഹം, എനിക്ക് സംശയം തോന്നി, പ്രധാന അവയവങ്ങളെന്ന് പറഞ്ഞപ്പോൾ ഞാനപ്പോൾ ആദ്യം ചെയ്തു, ശരിയാണോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, മോനൊന്ന് നോക്കൂ, മൂക്കിൻ്റെ നീളം എടുത്ത് നോക്കൂ, ചെവിയുടെ നീളം എടുത്ത് നോക്കൂ, ഇതെല്ലാം ഈ ചൂണ്ടുവിരലിൻ്റെ നീളമാണ്. മനസ്സിലായല്ലേ? ഇത് ചെക്ക് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ശരിയാണ്, കണ്ണിൻ്റെ നീളം ഇതെല്ലാം ചൂണ്ടുവിരലിൻ്റെ നീളമാണ്. അപ്പം ഞാൻ ചോദിച്ചത് എങ്ങനെ അറിയാം? അത് ഞങ്ങൾ ശില്പികൾക്ക് അറിയുന്ന ഒരു ടെക്നിക്കാണ് ഇതെന്ന് പറഞ്ഞു. ഇനി അദ്ദേഹം ഒരു ടെക്നിക്ക് കൂടെ എന്നോട് പറഞ്ഞു. ഓരോ മനുഷ്യൻ്റെയും മുഖം നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിരവധി അവയവങ്ങൾ കാണാം. ഈ അവയവങ്ങൾ വെച്ചിട്ട് അവരുടെ സ്വഭാവത്തെ ചിത്രീകരിക്കാവുന്നത്, അവരുടെ സ്വഭാവം മനസ്സിലാക്കാൻ പറ്റുന്നു. അപ്പം എനിക്ക് കൗതുകമായി. അപ്പോൾ ഞാനൊന്ന് കൊച്ചുകുട്ടിയാണ്, 12 വയസ്സേ ഉള്ളൂ. അപ്പോൾ അദ്ദേഹം ആദ്യം പറഞ്ഞു, മോൻ അതൊന്നും ഞാനിപ്പോൾ പറഞ്ഞിരുന്നില്ല എന്ന് പറഞ്ഞു. കൊച്ചുകുട്ടിയല്ലേ, അതൊന്നും മനസ്സിലാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ ശാഠ്യം പിടിച്ചു. എന്ന് മാത്രമല്ല, ഞാൻ കൈക്കൂലി ഓഫർ ചെയ്തു. അദ്ദേഹത്തിന് വെറ്റില മുറുക്കുന്ന ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാനത് വീട്ടിൽ നിന്ന് കുറച്ച് കൂടുതൽ എടുത്തു കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ കുറേശ്ശെയായിട്ട് അദ്ദേഹം ആ ലക്ഷണശാസ്ത്രം എന്നെ പഠിപ്പിച്ചു. മനസ്സിലായില്ലേ? അപ്പോൾ എനിക്ക് അതിന് കഴിഞ്ഞതിന് ശേഷം ഓരോ വ്യക്തിയെ കാണുമ്പോൾ ഞാൻ മുഖത്തേക്ക് തറപ്പിച്ച് നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ലക്ഷണം, അവരുടെ സ്വഭാവത്തിലെ പല കാര്യങ്ങളും അറിയാൻ പറ്റും. മനസ്സിലായില്ലേ? അപ്പൊ ഇത് നമുക്ക് ഭാവിയിൽ ഒരുപാട് ഗുണം ചെയ്തു. എനിക്ക് ആളുകളെ കാണുമ്പോൾ തന്നെ അവരുടെ ഈ ലക്ഷണശാസ്ത്രം അറിയാം. അത് അതൊന്നും പിന്നെ ആരെയും പഠിപ്പിക്കാൻ പോയിട്ടില്ല. കാരണം അത് പഠിപ്പിക്കുന്നത് ശരിയല്ല എന്ന് എനിക്ക് തന്നെ തോന്നി. ഒരു നിഗൂഢ ശാസ്ത്രമാണ്. അത് അവർ പരമ്പരയായി കൈമാറി വന്ന അദ്ദേഹത്തിന്റെ ശിഷ്യനെ പഠിപ്പിച്ചിട്ടുണ്ടാകാം. അപ്പോൾ അതിലൊക്കെ ചില ശാസ്ത്രീയ അംശമുണ്ട്. കാരണം ഈ സെൻസ് ഓഫ് പ്രപ്പോർഷൻ നമ്മുടെ ശരീരത്തിലാണെങ്കിലും വാലിഡ് ആണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ചില കാര്യങ്ങൾ ഇപ്പോൾ 2 ദിവസം മുമ്പേ ഒരു കുട്ടി എൻ്റെ മുന്നിൽ വന്നിരുന്നു. അപ്പോൾ കുറേ സാങ്കേതിക കാര്യങ്ങളെയൊക്കെ കുറിച്ച് പറഞ്ഞിട്ട് ആ കുട്ടി പുറത്തേക്ക് പോയിട്ടുള്ള സമയത്ത് ഞാൻ കുട്ടിയുടെ അച്ഛൻ്റെ അടുത്ത് ചോദിച്ചു, ഈ കുട്ടി മാനസിക അസ്വാസ്ഥ്യത്തിന് എന്തെങ്കിലും മരുന്ന് കഴിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അവരെന്നിൽ നിന്ന് ഗോപ്യമായിട്ട് ചോദിച്ചിരുന്നതാ. അപ്പോൾ അച്ഛനടുത്ത് പറഞ്ഞു, കഴിക്കുന്നുണ്ട് സാർ, അത് ആരോടും പറയാതിരിക്കാനാണ് ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, അതുകൊണ്ട് ആ കുട്ടിക്ക് ട്രാൻസ്ഫർ വാങ്ങി വരാനാണ് നോക്കുന്നത്. അപ്പോൾ എന്നിട്ട് പെട്ടെന്ന് അദ്ദേഹം എന്നോട് ചോദിച്ചു, സാർ അതെങ്ങനെ മനസ്സിലാക്കി? ഞാൻ പറഞ്ഞു, അതെൻ്റെ തൊഴിലിതായതുകൊണ്ട് ഞാൻ. അപ്പോൾ എനിക്ക് ആ കുട്ടിയെ കണ്ടപ്പോൾ തന്നെ അവൻ്റെ ലക്ഷണം അളക്കാൻ കഴിയും. ഇതുപോലെ നമുക്ക് പലതും പറ്റും. ഇപ്പോൾ ഈ പാരാസൈക്കോളജി പറയുന്ന പല കാര്യങ്ങളും നമ്മൾ വിറ്റ്നസ് ചെയ്യാതെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മനസ്സിലായില്ലേ? അപ്പോൾ അത് ഒരു ജന്മമൊന്നും പഴയത് ആവശ്യമൊന്നുമില്ല. പലയിടത്തും ഇപ്പോൾ ഉത്തർപ്രദേശിലെ മറ്റൊരു സ്ത്രീ, അവർ ചെറുപ്പകാലം കഴിച്ച പ്രദേശം എന്നുള്ള നിലയ്ക്ക് ഒരിടത്തേക്ക് ആളുകളൊക്കെ കൂട്ടിക്കൊണ്ടുപോയി അവിടെയുള്ള ആളുകളുടെ പേരും ഒക്കെ പറഞ്ഞു. അത് വാർത്തയിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ മുജ്ജന്മം ഇവിടെയായിരുന്നു എന്നൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടു. ഇത് കഥകളിങ്ങനെ പലതും പ്രചരിക്കുന്നുണ്ട്. പക്ഷേ ഈ എല്ലാ കഥകളുടെയും പിന്നിൽ നോക്കിക്കഴിഞ്ഞാൽ പുനർജന്മ വിശ്വാസം മനുഷ്യൻ്റെ ഒരു ആഗ്രഹത്തിൽ നിന്നുണ്ടാകുന്ന പോലെ തന്നെ അതിന് വേണ്ട ജനറ്റിക്കൽ കോഡ്സ് ഉണ്ടാക്കാനും ഫിസിക്കൽ കോഡ്സ് ഉണ്ടാക്കാനും നമ്മളെ കൊണ്ട് കഴിയും. ഒരു മനുഷ്യന് ഇപ്പോൾ എനിക്ക് ഒരു പ്രദേശത്തെക്കുറിച്ച് സങ്കല്പിക്കണമെങ്കിൽ എനിക്ക് ഒരുപാട് തരത്തിൽ സങ്കല്പിക്കാൻ പറ്റും. അവിടെ ചെന്ന് കഴിയുമ്പോൾ ഞാൻ മനുഷ്യൻ്റെ ലക്ഷണം പറഞ്ഞ പോലെ അവിടെ ചെന്ന് കഴിയുമ്പോൾ അതിൽ കുറേയൊക്കെ ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഒരു വീടെന്ന് വെച്ചോളൂ, ഒരു പ്രദേശത്തെ വീടിന് അതിൻ്റെതായ ചില സംജ്ഞകളുണ്ടാവും, അതിൻ്റെതായ ഒരു നാഗരിക ലക്ഷണം ഉണ്ടാവും, അതിൽ കുറേയൊക്കെ പ്രെഡിക്റ്റബിൾ ആയിരിക്കും. അപ്പോൾ ഈ പറയുന്ന പുനർജന്മ വിശ്വാസത്തിൽ ഇതൊക്കെ ലിങ്ക് ചെയ്ത് കൊണ്ടുവരാൻ ആളുകൾക്ക് കഴിയും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ വർഷക്കാരനെ വേണമെങ്കിൽ വർഷം മുമ്പ് ജനിച്ചാണെന്ന് പറഞ്ഞൊരു സ്ഥലത്തെ ഐഡൻറ്റിഫൈ ചെയ്ത് അവിടുത്തെ ഇൻഫർമേഷൻ കളക്ട് ചെയ്ത് അതിൻ്റെ ഒരു പങ്കായി മാറാൻ കഴിയും. ഇപ്പോൾ വേണേലും വിചാരിച്ചാൽ പറ്റും. ഇപ്പോൾ വർഷം വിചാരിക്കുകയാണ്, ഞാൻ ചാണ്ഡീഗറിൽ ഇന്ന സ്ഥലത്തായിരുന്നു എൻ്റെ കഴിഞ്ഞ ജന്മം. അപ്പോൾ അറിയാതെ വർഷം ആ പ്രദേശത്തെക്കുറിച്ച് പഠിക്കും. അതിനെക്കുറിച്ച് കിട്ടാവുന്ന എല്ലാ ഇൻഫർമേഷനും അവിടെ ഉണ്ടായിരുന്ന ആളുകളെ കുറിച്ച് അത് നമ്മൾ അറിയില്ല. ഒരു മാനസിക പ്രക്രിയയായിട്ട് അങ്ങ് മാറും. അതുകൊണ്ടൊരു പുനർജന്മം പുനഃസൃഷ്ടിക്കാൻ സാധിക്കും. ഇത് പലയിടത്തും ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ ഇതിൽ ചിലര് അവരറിയാതെ ആയിരിക്കും ചെയ്യുന്നത്. അവർ സ്കിസോഫ്രനിക് ആണെങ്കിൽ ഒരിക്കലും അറിയില്ല. ദ്വന്ദ്വ വ്യക്തിത്വമുള്ള വ്യക്തികൾക്ക് അവർ വേറൊരു വ്യക്തിത്വത്തെ മനസ്സിൽ വികസിപ്പിച്ചെടുക്കുന്നു എന്നുള്ള അവർക്ക് കൂടി അറിയാൻ പറ്റില്ല. മറിച്ച് അല്ലാത്തവർക്ക് വേണമെങ്കിൽ മനഃപൂർവ്വം ചെയ്യാൻ പറ്റും. ഇപ്പോൾ പൊതുവേ ഞാൻ എല്ലാവരോടും പറയാറുള്ള ഒരു കാര്യമുണ്ട്, ഈ ആൾ ദൈവങ്ങൾ പലർക്കും അവരെ പുച്ഛമാണ്. പക്ഷെ അവർ അതിബുദ്ധിമാന്മാരായ മനുഷ്യരാണ്. മനസ്സിലല്ലേ? മനുഷ്യന് ഞാനീ പറഞ്ഞ ശാസ്ത്രങ്ങളൊക്കെ അറിയുന്നവരാണ് അവർ. അവരുടെ മുന്നിൽ നിൽക്കുന്ന ആളിനെ അളക്കാൻ കഴിവുള്ളവരാണ് അവർ. അതുകൊണ്ട് അവർ ചില്ലറക്കാരൊന്നുമില്ല. അപ്പോൾ ആ ഒരു കഴിവ് അവർ സാധാരണ മനുഷ്യർ തന്നെയാണ്. പക്ഷെ ബൈ ട്രെയിനിങ്ങിൽ കൂടെയും
എക്സ്പീരിയൻസിൽ കൂടെയും അവർക്ക് ആ ഒരു കഴിവ് പ്രത്യേകം വരുന്നതാണ്. പുനർജന്മം നമുക്ക് മനസ്സിൽ സൃഷ്ടിച്ചെടുക്കാൻ കഴിയുന്ന ഒരു സൃഷ്ടി തന്നെയാണ്. അപ്പോൾ ഏതാണ്ട് നമ്മൾ ആ ചോദ്യങ്ങളുടെ ഉത്തരങ്ങളിലേക്കൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതെ, പൂർണ്ണമായിട്ടും എല്ലാ ചോദ്യങ്ങളിലെ ഉത്തരത്തിലേക്കും എത്തി എന്ന് വിചാരിക്കുന്നു. പക്ഷേ അതിന് കൂടുതൽ ഞാൻ ഒന്ന് ചോദിക്കുകയാണ് സാർ, ഈ പറഞ്ഞു വന്നതിലൊക്കെ സാർ പറഞ്ഞു വന്നത് നമ്മളെല്ലാവരും, അതായത് സാധാരണക്കാരായിട്ടുള്ള നമ്മളെല്ലാ ജനങ്ങളും ഈ ഒരു ജന്മത്തിൽ വിശ്വസിക്കുന്നുണ്ട് എന്ന് തന്നെയാണോ? നല്ലൊരു പങ്ക്. ഇപ്പം ഞാൻ പരിചയപ്പെട്ടിട്ടുള്ളതിലൊരു 90% മേലെ ആളുകൾക്കും ഈ പുനർജന്മ വിശ്വാസമുണ്ട്. ഇനി ഞാൻ പച്ചയായിട്ടങ്ങ് പറഞ്ഞോട്ടെ, എനിക്ക് പുനർജന്മ വിശ്വാസമില്ല. കാരണം ഞാനത് ചോദിക്കാൻ അത് ചോദിക്കുമെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് എനിക്ക് ആ വിശ്വാസം ഇല്ലാത്തതിന് കാരണം ഞാനതിനെ വളരെ കൂലങ്കക്ഷമായിട്ട് അപഗ്രഥിക്കാൻ നോക്കിയിട്ടുണ്ട്. പണ്ടൊക്കെ എനിക്കൊരു ദുശീലം ഉണ്ടായിരുന്നു. ഞാനിങ്ങനെ ദിവസങ്ങളോളം മൗനധ്യാനം ഇരിക്കുമായിരുന്നു. അപ്പോൾ ഇതിനൊക്കെ കുറിച്ച് ഞാനിങ്ങനെ ധാരാളം ചിന്തിച്ചിട്ടുണ്ട്. എനിക്ക് വേണമെങ്കിൽ ഒരു പുനർജന്മ കോഡ് ഉണ്ടാക്കാൻ കഴിയുമെന്ന് എനിക്കറിയാം. ഞാൻ ജനിച്ചത് ഇന്നിടത്താണ്, ഞാൻ പോയിട്ടില്ലാത്ത സ്ഥലങ്ങളൊക്കെ വേണമെങ്കിൽ അതിൽ കണ്ടെത്താൻ കഴിയും. കാരണം അതിനുള്ള ഒരു ഇമാജിനേഷൻ. ഇപ്പോൾ വലിയ വലിയ എഴുത്തുകാരെ എടുത്തു നോക്കൂ. ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും മഹത്തായ കൃതിയാണ് മഹാഭാരതം. ഈ മഹാഭാരതം ഒരാളിൻ്റെ സൃഷ്ടിയാണ്. അപ്പോൾ ഒരുപക്ഷെ സ്വാഭാവികമായി വെച്ചേക്കാം മഹാഭാരതത്തിൽ പറഞ്ഞ കുരുക്ഷേത്രം അവിടെ ഇല്ലേ, അതവരിപ്പോൾ CV രാമൻപിള്ളയുടെ മാർത്താണ്ഡവർമ്മയിൽ പറഞ്ഞിരിക്കുന്ന സ്ഥലങ്ങളെല്ലാം ഇപ്പോഴും അവിടെ ഉണ്ടല്ലോ. അതുപോലെ ഒരു സൃഷ്ടിയിൽ ഉണ്ടാകുന്ന കാര്യങ്ങളെ യാഥാർത്ഥ്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി ഒരു ആഖ്യായിക രൂപത്തിലാക്കും. പണ്ട് എല്ലാവരും ചേരുന്ന അതാണ്. ആദ്യകാലത്തൊക്കെ എല്ലാ കവികളും കഥാകാരന്മാരും ഉള്ള സ്ഥലങ്ങളുടെ ഇമാജിനറി ലാൻഡൊന്നും എടുക്കില്ല, ഉള്ള സ്ഥലങ്ങളുടെ പേര് വെച്ച് ആ സ്ഥലങ്ങളിൽ ജനിച്ചവരും വളർന്നവരുമായിട്ടുള്ള കഥാപാത്രങ്ങളെ ഉണ്ടാക്കി. അതുകൊണ്ട് ആ സ്ഥലങ്ങളുണ്ടല്ലോ, അതുകൊണ്ട് കഥ ശരിയാണ് എന്ന് പറയുന്നതിലൊരു അർത്ഥമില്ല. ഇപ്പോഴും നമുക്കൊരു കഥ എഴുതിക്കൂടെ? പാലക്കാട് അഹല്യയിൽ ജീവിക്കുന്ന ഒരാളിനെ കുറിച്ചൊരു കഥ എഴുതാം. മനസ്സിലായില്ലേ? അതുപോലെ ഈ കഥകളിലെല്ലാം ഈ സത്യവും മിഥ്യയും ഇടകലർന്ന് കിടക്കുകയാണ്. അപ്പോൾ പുനർജന്മത്തിന്റെ ഒരു കഥയുണ്ടാക്കാൻ അത്ര വലിയ കുറ്റമൊന്നുമില്ല. പിന്നെ ഈ പുനർജന്മത്തെ വിശ്വസിക്കുന്ന ആളുകളെ നമ്മളെന്തിനാണ് കുറ്റപ്പെടുത്തുന്നത്? അവരങ്ങനെയെങ്കിലും ഒന്ന് ആശ്വസിച്ചോട്ടെ. കാരണം ഈ ഭൂമിയിൽ ജനിച്ചു കഴിഞ്ഞാൽ ഒരിക്കൽ മരിക്കും. അപ്പം ഞാൻ മരിച്ചു കഴിഞ്ഞാലും ഞാൻ ഈ ഭൂമിയിലേക്ക് ഉണ്ടാകും എന്നൊരു ചിന്ത ഒരു മനുഷ്യന് വരുന്നതിൽ തെറ്റില്ല. അപ്പോൾ പുനർജന്മത്തിൽ വിശ്വസിക്കുന്നതുകൊണ്ട് തകരാറൊന്നുമില്ല. പക്ഷെ അത് ഈ ഇങ്ങനെയുള്ള ഒരു സ്കിസോഫ്രീനിക് ഡീലിലേക്ക് പോകുമ്പോൾ അത് അപകടകരമാവും. കാരണം ദ്വന്ദ്വ വ്യക്തിത്വം വരും. ഞാൻ കഴിഞ്ഞ ജന്മത്തിൽ ഇതായിരുന്നു. പലപ്പോഴും അറിയാതെ നമ്മുടെ ഉള്ളിൽ അങ്ങനെ ഒരു ചിന്ത വരാറുണ്ട്, പലർക്കും വരാറുണ്ട്. കാരണം നമ്മുടെ ഒരു പഴയ കാലവും പുതിയ കാലവും അറിയുന്നത് നമുക്ക് എപ്പോഴും സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ജന്മം ജീവിച്ചിരുന്നു എന്നെനിക്ക് തോന്നുന്നത്, ആ ജീവിതത്തെക്കുറിച്ച് സങ്കല്പിക്കാൻ കഴിഞ്ഞാൽ എനിക്ക് സന്തോഷമുള്ള കാര്യമാണ്. ഇപ്പോൾ എനിക്ക് അങ്ങനെ ഒരു ജന്മം ഇല്ലായിരുന്നു എന്ന് എനിക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ സങ്കല്പിക്കുന്നില്ല. അങ്ങനെ ഒരാളിന് അങ്ങനെ ഒരു ചിന്ത ഉണ്ടെങ്കിൽ അത് സങ്കല്പിക്കുന്നതിൽ തെറ്റില്ല. അതൊരു എൻജോയ്മെന്റ് ആണ്. അതിൽ നിന്ന് കിട്ടുന്ന ഒരു ഗൂഢസന്തോഷമുണ്ട്. അതായത് അത് ഈ മനുഷ്യന് ഗൂഢസന്തോഷം തരുന്ന 10-20 കാര്യങ്ങളുള്ളതായിട്ട് സൈക്കോളജിസ്റ്റ് കണ്ടുപിടിക്കാറുണ്ട്. അതിൽ ഇതും ഒരു ഘടകമാണ്. അപ്പോൾ ആരെങ്കിലും ഒരാൾ ഞാൻ കഴിഞ്ഞ ജന്മത്തിൽ ഇതായിരുന്നു, ഇങ്ങനെയൊക്കെയാണ് ഞാൻ ജീവിച്ചത് എന്ന് സങ്കല്പിച്ച് ഇപ്പോൾ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുന്നെങ്കിൽ തെറ്റില്ല. പക്ഷെ അത് മറ്റൊരുവന്റെ ജീവിതത്തെ ബാധിക്കുന്ന തരത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അതൊരു ക്രിമിനൽ ആക്ടിവിറ്റി ആയിട്ട് മാറും. ഇനിയിപ്പോൾ ജീവിക്കുന്ന ആളും ഇപ്പോൾ പല മതങ്ങളിലും മരണത്തിന് ശേഷമുള്ള ജീവിതത്തിന് വേണ്ടി തയ്യാറെടുക്കാനാണ് മനുഷ്യനെ പഠിപ്പിക്കുന്നത്, ഈ ജന്മത്തിൽ ജീവിക്കാനല്ല. ഒരുപാട് മതങ്ങൾ അങ്ങനെയുണ്ട്. മരണത്തിന് ശേഷമുള്ള ജീവിതത്തിന് വേണ്ടി തയ്യാറെടുക്കാൻ ഇവിടെ നമ്മൾ ഇന്ന കർമ്മങ്ങൾ ചെയ്യണം. പക്ഷെ ഞാൻ പറയാറുള്ളതല്ല, ഈ ജന്മത്തിൽ തന്നെ നല്ല കർമ്മങ്ങൾ ചെയ്ത് ഭംഗിയായി ജീവിക്കുക. അടുത്ത ജന്മത്തിൽ പോയി തിരിച്ചു വന്നവരാരും ഇവിടെ ഇല്ലല്ലോ. അപ്പോൾ അതൊരു സാങ്കല്പിക ലോകമാണ്. സാറ് പറഞ്ഞതുപോലെ തന്നെ ശരിക്കും നമ്മൾ ആരും ജീവിക്കാത്തത് കൊണ്ട് തന്നെ, അതല്ലെങ്കിൽ ആർക്കും ഒന്നും അറിയാത്തത് കൊണ്ട് തന്നെ അതിന്നും ഒരു സാങ്കല്പികമായിട്ട് നിൽക്കുന്നു. പക്ഷേ സാറ് പറഞ്ഞ ആ കാര്യം തന്നെ ഞാൻ റിപ്പീറ്റ് ചെയ്യാണ്. അതായത് നമ്മളെ പോലുള്ള പലർക്കും ആശ്വസിക്കാനുള്ളൊരു കാരണം കൂടിയാണത്. കാരണം നമുക്ക് ഏറെ പ്രിയപ്പെട്ടവരായിട്ടുള്ള ആരെങ്കിലുമൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇതിലും മനോഹരമായിട്ടുള്ളൊരു ലോകത്ത് അവർ ജീവിക്കുന്നുണ്ടാവാം എന്നൊക്കെ നമ്മൾ പറഞ്ഞ് ആശ്വസിക്കുന്നുണ്ടാവും അല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു പുനർജന്മം അല്ലെങ്കിൽ മറ്റൊരു ജന്മമുണ്ട്, ഈ ഭൂമിക്ക് ശേഷം ഇവിടെ മരിച്ചാൽ മറ്റൊരു ജന്മമുണ്ട് എന്ന് വിശ്വസിക്കുന്നത് തന്നെയാണ് പലർക്കും ആശ്വാസം എന്ന് ഞാനും വിചാരിക്കുന്നു. അപ്പം എന്തായാലും ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് ഭയങ്കര രസമായിരുന്നു. ഞാൻ ആഗ്രഹിച്ചതുപോലെ തന്നെ ഞാൻ ഇങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇങ്ങനെ എഴുതി വെച്ചിരുന്നു. പക്ഷെ അതൊന്നും ചോദിക്കാതെ തന്നെ ഉള്ളിൽ നിന്ന് എന്തൊക്കെയോ പറഞ്ഞതുപോലുള്ളൊരു ഫീലിംഗ് ആയിരുന്നു. അപ്പം ഞാനിങ്ങനെ ഇടയ്ക്ക് നോക്കുമായിരുന്നു, അയ്യോ സാറ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഞാൻ വിട്ടുപോയിട്ടുണ്ടോ എന്നുള്ളൊരു കാര്യം. കാരണം അത്രയും ഇൻവോൾവ്ഡ് ആയിട്ടുള്ളൊരു എപ്പിസോഡ് കൂടി ആയിരുന്നു ഇത് എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും സർ ഒരുപാട് താങ്ക് യു.